2014 റിലീസായ സയന്റിഫിക് ഫിക്ഷൻ ആക്ഷൻ ത്രില്ലർ മൂവിയാണ് പ്രീഡെസ്റ്റിനേഷൻ. ഇതൊരു ടൈം ട്രാവൽ മൂവിയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന ചില അപകടങ്ങളെ കഴിഞ്ഞ കാലഘട്ടത്തിലേക്ക് തന്നെ യാത്ര ചെയ്ത് തടുക്കാൻ ശ്രമിക്കുന്ന 11 അംഗ ടീമിന്റെ കഥയാണിത്. ആദ്യം ഈ സിനിമയിൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് കാണാം. അതിനുശേഷം ഇതിൽ ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്നാൽ നമുക്ക് ഒന്ന് ടൈം ട്രാവൽ ചെയ്താലോ? ഈ സിനിമയിൽ ഉപയോഗിക്കുന്ന ടൈം ട്രാവൽ മെഷീൻ വളരെ സിമ്പിളാണ്. കാണാനൊരു വയലിൻ ബോക്സ് പോലെയാണ് ഇരിക്കുന്നത്. ഇതിൽ വർഷം, തീയതി, സമയം എന്നിവ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന സമയത്തിലേക്കാണ് ടൈം ട്രാവൽ ചെയ്തു പോവുക. ഈ ടൈം ട്രാവൽ മെഷീൻ കണ്ടുപിടിച്ചത് 1981-ലാണ്. ഈ വർഷത്തിൽ നിന്ന് 53 വർഷം മുമ്പോട്ടോ പുറകോട്ടോ ഉള്ള കാലഘട്ടത്തിലേക്ക് മാത്രമാണ് ടൈം ട്രാവൽ ചെയ്യാൻ പറ്റുക. അതായത് 1928 മുതൽ 2034 ഏത് കാലത്തിലേക്ക് വേണമെങ്കിലും നമുക്ക് ടൈം ട്രാവൽ ചെയ്തു പോകാൻ സാധിക്കും. ഈ കാലഘട്ടത്തിൽ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിലേക്ക് യാത്ര ചെയ്ത് അത് തടുക്കുന്നതിന് വേണ്ടി രൂപപ്പെട്ട ഒരു ഏജൻസിയാണ് ടെമ്പറൽ ഏജൻസി. അതിൽ 11 പേരുണ്ട്. ഇതിലൊരാളാണ് നമ്മുടെ ഹീറോ ഏജന്റ് ഡോ. അവനിപ്പോൾ ഉള്ളത് 1992-ലാണ്. അവന് ഒരു മിഷൻ കിട്ടുന്നു. അതായത് 1970-ൽ പോയി അന്ന് നടന്ന ഒരു വലിയ ബോംബ് സ്ഫോടനം തടുക്കണം. അതാരാണ് ചെയ്യുന്നതെന്ന് ആർക്കും അറിയില്ല. ഫിസിൽ ബോംബർ എന്ന പേരുള്ള ഒരാളാണ് ഈ ബോംബ് സ്ഫോടനത്തിന് പിന്നിൽ. അതിനാൽ ഏജന്റ് ഡോ ടൈം ട്രാവൽ ചെയ്ത് 1970-ലേക്ക് പോകുന്നു. അവിടെ എത്തിയ അവൻ ടൈമർ ഓടിക്കൊണ്ടിരിക്കുന്ന ബോംബ് കാണുന്നു. ഡോ താൻ കൊണ്ടുവന്ന ബോംബ് നിർവീര്യമാക്കുന്ന പെട്ടിക്കകത്തേക്ക് ബോംബ് വെക്കാൻ ശ്രമിക്കുമ്പോൾ ഫിസിൽ ബോംബർ അവിടെ വരുന്നു. അവനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നതിനാൽ ബോംബ് അവസാന നിമിഷം മാത്രമാണ് ആ ബോക്സിലേക്ക് വെക്കാൻ സാധിക്കുന്നത്. അത് വെക്കുന്നതിനിടയിൽ അത് പൊട്ടിത്തെറിച്ച് ഏജന്റ് ഡോയുടെ മുഖവും കൈയും ഒക്കെ പൊള്ളിപ്പോകുന്നു. ഇതുവരെ നമ്മൾ ആരും ഏജന്റ് ഡോയുടെ മുഖം കണ്ടിട്ടില്ല. ആദ്യമായി നമ്മൾ ഡോയെ കാണുന്നത് പൊള്ളിയ അവസ്ഥയിലുള്ള മുഖവുമായാണ്. ഈ അവസ്ഥയിൽ അയാൾ തന്റെ ടൈം മെഷീൻ എടുക്കാൻ പറ്റാതെ നിലത്ത് പരതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ അവിടെ വന്നിട്ട് ഏജന്റ് ഡോയ്ക്ക് ടൈം മെഷീൻ എടുത്തു കൊടുക്കുന്നു. എടുത്തു കൊടുത്ത ആളുടെ മുഖവും ഇതിൽ കാണിക്കുന്നില്ല. ഡോ ടൈം മെഷീൻ ഉപയോഗിച്ച് 1992-ലേക്ക് തിരികെ പോകുന്നു. 1992-ൽ നിന്ന് ടൈം ട്രാവൽ ചെയ്യുന്നതിന് മുമ്പ് ആരോഗ്യവാനായിരുന്ന ഏജന്റ് ഡോ ഈ യാത്ര കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ ബോംബ് സ്ഫോടനം മൂലം മുഖം മുഴുവൻ ബാൻഡേജ് ഇട്ട അവസ്ഥയിലാണ്. മുഖം പൂർണ്ണമായും പൊള്ളിയതിനാൽ ഫേസ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നു. അങ്ങനെ അയാൾക്ക് വളരെ വ്യത്യാസമുള്ള ഒരു മുഖം കിട്ടുന്നു. അങ്ങനെ റെസ്റ്റിലിരിക്കുമ്പോൾ അയാൾ പഴയ വാർത്തകളൊക്കെ ചെക്ക് ചെയ്യുന്നു. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ഫിസൽ ബോംബർ എന്നയാൾ നിരവധി സ്ഫോടനങ്ങൾ നടത്തി കുറെ ആളുകളെ കൊന്നിട്ടുണ്ട്. ആദ്യമായി സ്ഫോടനം നടത്തിയത് 1970-ലാണ്. 1975-ൽ അവൻ നടത്തിയ ഒരു സ്ഫോടനത്തിൽ 11,000-ലധികം ആളുകൾ മരിച്ചിരുന്നു. 1970-ലേക്ക് ടൈം ട്രാവൽ ചെയ്തപ്പോൾ ഫിസിൽ ബോംബറിനെ കൊല്ലാൻ പറ്റിയിരുന്നെങ്കിൽ 1975-ലെ ഈ സ്ഫോടനം നടക്കില്ലായിരുന്നു. അതിന് തനിക്ക് കഴിയാതെ പോയതിനാൽ അയാൾ വളരെ ദുഃഖിതനായിരുന്നു. എങ്ങനെയും അവനെ തടുക്കണമെന്ന് അയാൾ കരുതി. പക്ഷേ ഏജന്റ് ഡോയ്ക്ക് വേറെ ഒരു മിഷൻ കൊടുക്കുന്നു. അതുപോലെ ഫിസിൽ ബോംബറുടെ കേസ് ഡിസ്കണ്ടിന്യൂ ചെയ്യാനും പറയുന്നു. പുതുതായി കിട്ടിയ മിഷനാണ് അയാളുടെ അവസാന മിഷൻ. ആ മിഷനും 1970-ലായിരുന്നു. ഏജന്റ് ഡോ വീണ്ടും ടൈം ട്രാവൽ ചെയ്ത് 1970-ലേക്ക് പോയി അവിടെ ഒരു ബാറിൽ 2 ആഴ്ച വർക്ക് ചെയ്യുന്നു. 2 ആഴ്ച കഴിഞ്ഞാണ് അയാളുടെ മിഷൻ സ്റ്റാർട്ടാകുന്നത്. അന്ന് ജോൺ എന്ന പേരുള്ള ഒരാൾ ബാറിൽ വരുന്നു. ഒരു മാഗസിനിൽ ദ അൺമാരീഡ് മദർ എന്ന കോളം എഴുതുന്നത് താനാണെന്ന് ജോൺ പറയുന്നു. അത് താൻ വായിക്കാറുണ്ടെന്ന് ഏജന്റ് ഡോ പറയുന്നു. തന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എന്ന് ജോൺ പറയുന്നു. അതിന്റെ പേരിൽ ഒരു കുപ്പി മദ്യം പന്തായം വെച്ച് ജോൺ തന്റെ കഥ പറയുന്നു. 1945-ൽ ഒരു ഓർഫനേജിൽ ആരോ ഒരു കുട്ടിയെ ഉപേക്ഷിച്ചിട്ട് പോകുന്നു. ആ കുട്ടിക്ക് ജെയിൻ എന്ന് പേരിടാൻ ആരോ ഓർഫനേജിൽ ഫോൺ വിളിച്ചു പറയുന്നു. ജെയിൻ അങ്ങനെ ആ ഓർഫനേജിൽ വളരുന്നു. ഈ ജെയിൻ എന്ന് പറയുന്നത് ഇപ്പോൾ ബാറിലിരിക്കുന്ന ജോൺ തന്നെയാണ്. ജോൺ ജനിച്ചപ്പോൾ പെണ്ണായിരുന്നു, പക്ഷെ ഇപ്പോൾ ആണാണ്. അതെങ്ങനെ സംഭവിച്ചുവെന്ന് ജോൺ ഏജന്റിനോട് പറയുന്നു. ജെയിൻ മറ്റു കുട്ടികളോടൊപ്പം ഓർഫനേജിൽ വളരുന്നു. അവൾ വളരെ കരുത്തുള്ളവളും വളരെ ബുദ്ധിശാലിയുമായിരുന്നു. അവളായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. അവൾക്ക് ചെറുപ്പത്തിൽ അസുഖങ്ങളൊന്നും വരാത്തതിനാൽ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യം അവൾക്ക് ചെറുപ്പത്തിൽ വന്നിട്ടേയില്ല. അവൾക്ക് ഫ്രണ്ട്സ് ആരുമില്ലായിരുന്നു. അവളുടെ കുട്ടിക്കാലം കൂടുതൽ സമയവും അവൾ ഏകാന്തമായിട്ടാണ് തള്ളി നീക്കിയത്. മറ്റു കുട്ടികളെ ദത്തെടുക്കാൻ ആളുകൾ വരുമ്പോൾ അവൾ തന്നെ ദത്തെടുക്കാൻ ആരെങ്കിലും വന്നിരുന്നെങ്കിൽ തനിക്കും അച്ഛന്റെയും അമ്മയുടെയും സ്നേഹം കിട്ടുമായിരുന്നല്ലോ എന്ന് വിഷമത്തോടെ ഓർക്കാറുണ്ടായിരുന്നു. പക്ഷേ അവളെ ആരും ദത്തെടുക്കാൻ വന്നില്ല. അവൾ അങ്ങനെ ഒരു കൗമാരക്കാരിയായി. ഇപ്പോൾ വർഷം 1963. അവൾക്ക് സ്പേസ് എന്നത് വളരെ ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റാണ്. സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ജോലി ലഭിക്കണമെന്ന് അവൾക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. ആ സമയത്ത് ഭാഗ്യം എന്ന പോലെ റോബർട്ട്സൺ എന്ന ഒരാൾ ഓർഫനേജിൽ വരുന്നു. അയാൾ അവളോട് ബഹിരാകാശ യാത്ര ചെയ്യുന്നതിനുള്ള ഇന്റർവ്യൂ ഉണ്ടെന്നും അതിൽ പങ്കെടുക്കാൻ വരണമെന്നും പറയുന്നു. അവൾ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നു. ഇന്റർവ്യൂവിന്റെ എല്ലാ റൗണ്ടിലും അവൾ ഒന്നാമതാകുന്നു. സെലക്ഷന്റെ ഭാഗമായിട്ടുള്ള ഒരു ബോഡി ചെക്കപ്പിൽ അവളുടെ ശരീരത്തിൽ ഒരു പ്രത്യേകത അവർ കാണുന്നു. അതായത് അവളുടെ ശരീരത്തിൽ ആണിന്റെയും പെണ്ണിന്റെയും ജനനേന്ദ്രിയം ഉണ്ടായിരുന്നു. ഈ കാരണത്താൽ അവർ അവളെ റിജക്റ്റ് ചെയ്യുന്നു. എന്നാൽ എന്താണ് കാരണമെന്ന് അവളോട് ആരും പറയുന്നില്ല.
അവളെ മറ്റൊരു നല്ല ജോബ് ഓഫറുമായി വന്ന് കാണാമെന്ന് റോബർട്ട്സൺ പറയുന്നു. തിരികെ വന്ന അവൾ പകൽ സമയം ചെറിയ ചെറിയ ജോലികൾ ചെയ്തിട്ട് സമ്പാദിക്കാൻ തുടങ്ങി. രാത്രി അവൾ കോളേജിലും പോകാൻ തുടങ്ങി. ഈ കാലഘട്ടത്തിൽ അവൾ ഒരാളെ യാദൃച്ഛികമായി കണ്ടുമുട്ടുന്നു. അയാൾ ജെയിൻ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കിയിരുന്നു. അത് അവളെ വളരെയധികം ഇംപ്രസ് ചെയ്യിച്ചു. അക്കാരണത്താൽ അവൾക്ക് അവനോട് ഇഷ്ടം തോന്നി. അവന് അവളോടും. ഇവർ നല്ല കാമുകന്മാരായി ജീവിക്കുന്നു. ഒരിക്കൽ പെട്ടെന്ന് തിരിച്ചു വരാമെന്ന് പറഞ്ഞു പോയ അയാൾ പിന്നെ തിരിച്ചു വന്നിട്ടില്ല. ആദ്യമായാണ് തൻ്റേതെന്ന് പറയാവുന്ന ഒരാൾ ജീവിതത്തിൽ വന്നത്. എന്നാൽ അയാളും തന്നെ ഇട്ടിട്ട് പോയി. അവൾ ഏകയായി തന്റെ ജീവിതം തള്ളി നീക്കുമ്പോൾ റോബർട്ട്സൺ വീണ്ടും അവൾക്കൊരു ജോലി ഓഫറുമായി വരുന്നു. അയാൾ പറഞ്ഞു, മുമ്പ് നടന്ന ഇന്റർവ്യൂ സ്പേസ് ട്രാവൽ സംബന്ധപ്പെട്ടതല്ലായിരുന്നു, അവർ തുടങ്ങാൻ പോകുന്ന ഒരു സീക്രട്ട് ഏജൻസിയിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയായിരുന്നു എന്ന്. ഇപ്പോൾ അതിൽ ജോയിൻ ചെയ്യാനുള്ള സാഹചര്യം വന്നതായി അയാൾ പറയുന്നു. പക്ഷേ ജെയിന് ഇത്തവണയും ഈ ജോബ് ഓഫർ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇപ്പോൾ അവൾ പ്രഗ്നന്റ് ആണ്. അവളെ ഇട്ടിട്ട് പോയ അവളുടെ കാമുകനാണ് അതിന് കാരണക്കാരൻ. ഏകാന്തമായ തന്റെ ജീവിതത്തിലേക്ക് ഒരാൾ കൂടി വന്ന് അവൾക്കൊരു കൂട്ടാകുമെന്ന് അവൾ കരുതുന്നു. അവൾ കരുതിയതുപോലെ തന്നെ അവൾക്ക് സുന്ദരിയായ ഒരു പെൺകുട്ടി ഉണ്ടാകുന്നു. ആ പെൺകുട്ടിക്ക് അവൾ തന്റെ തന്നെ പേര്, അതായത് ജെയിൻ എന്ന് തന്നെ വെക്കുന്നു. അവളെ എങ്ങനെയൊക്കെ വളർത്താമെന്ന് ജെയിൻ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതെല്ലാം അസ്ഥാനത്തായിരുന്നു. കാരണം ഹോസ്പിറ്റലിൽ വെച്ച് അവളുടെ കുട്ടിയെ ആരോ മോഷ്ടിച്ചുകൊണ്ടുപോയി. ഈ വിഷമത്തിലിരിക്കുന്ന ജെയിനോട് ഡോക്ടർ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം പറയുന്നു. അതായത് അവളുടെ ശരീരത്തിൽ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ജനനേന്ദ്രിയമുണ്ട്. എന്നാൽ എല്ലാ ഞരമ്പുകളും പെൺ ജനനേന്ദ്രിയത്തിലേക്ക് ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ അവളൊരു പെണ്ണായി ജീവിക്കുന്നു. കുട്ടിയുടെ ഡെലിവറി സമയത്ത് നടന്ന ഓപ്പറേഷന് ശേഷം ആ പെൺ ഞരമ്പുകൾ വീക്കാവുകയും അവിടുത്തെ സീനിയർ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം അബോധാവസ്ഥയിലായിരുന്ന ജെയിനിന്റെ ശരീരത്തിൽ നീണ്ടുനിന്ന ഓപ്പറേഷൻ നടത്തി എല്ലാ ഞരമ്പുകളെയും ആൺ ജനനേന്ദ്രിയവുമായി ബന്ധിപ്പിച്ചെന്നും ഡോക്ടർ പറയുന്നു. ഈ അവസ്ഥയിൽ ഇതല്ലാതെ മറ്റൊരു മാർഗം ഇല്ലായിരുന്നുവെന്നും ഡോക്ടർ പറയുന്നു. അതിനാൽ മറ്റു 3 പ്രധാന ഓപ്പറേഷനുകൾ നടത്തി അവൾ പൂർണ്ണമായും ഒരാണായി മാറുന്നു. ഇപ്പോൾ അവൻ ജോൺ എന്ന പേരിൽ ജീവിക്കുന്നു. ഒരു മാഗസിനിൽ ദ അൺമാരീഡ് മദർ എന്ന പേരിൽ ലേഖനം എഴുതിയാണ് അവനിപ്പോൾ ജീവിക്കുന്നത്. ഇതാണ് തന്റെ ജീവിതത്തിൽ നടന്നതെന്നും അതുപോലെ ഇത്രയും കാര്യങ്ങൾ നടക്കാനുള്ള കാരണക്കാരൻ തന്നെ പറ്റിച്ച് കടന്നുകളഞ്ഞ ആ കാമുകനാണെന്നും അയാൾ പറയുന്നു. ഈ അവസരത്തിൽ താൻ ആരാണെന്ന് ഏജന്റ് ഡോ പറയുന്നു. ജോൺ പറയുന്ന റോബർട്ട്സണിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആളാണ് താനെന്ന് ഡോ പറയുന്നു. ഇത് കേട്ട ജോൺ അത്ഭുതപ്പെടുന്നു. തന്റെ കയ്യിലുള്ള ടൈം ട്രാവൽ മെഷീന്റെ സഹായത്തോടെ ജോണിന് തന്നെ പറ്റിച്ച് കടന്നു കളഞ്ഞ ആളെ കൊല്ലാനുള്ള അവസരം തരാമെന്നും ഏജന്റ് ഡോ പറയുന്നു. ഏജന്റ് ഡോയും ജോണും ട്രാവൽ ചെയ്ത് 1963 പോകുന്നു. ഈ ദിവസമാണ് ജെയിൻ തന്റെ കാമുകനെ ആദ്യമായി കണ്ട ദിവസം. അതിനാൽ ഇന്ന് ജെയിനെ ഫോളോ ചെയ്താൽ അവനെ കണ്ടുപിടിക്കാമെന്നും കണ്ടുപിടിച്ചാൽ കൊല്ലാമെന്നും പറഞ്ഞ് ഏജന്റ് ഡോ അവനൊരു തോക്ക് കൊടുക്കുന്നു. അവൻ കുറെ നേരം കാത്തിരുന്നിട്ടും ആരും വന്നില്ല. അപ്പോൾ ഏതോ ഒരു പെണ്ണ് സാഹചര്യവശാൽ ജോണുമായി സംസാരിക്കുന്നു. അവളാണ് ജെയിൻ. ജെയിൻ എന്താണ് മനസ്സിൽ വിചാരിക്കുന്നതെന്ന് ജോണിന് പറയാൻ കഴിയുന്നു. കാരണം ജെയിൻ തന്നെയാണ് ജോൺ. തന്റെ മനസ്സ് വായിക്കാൻ കഴിവുള്ള ആളെ അവൾക്ക് ഇഷ്ടമാവുന്നു. അതായത് ജെയിനെ പ്രേമിച്ച് ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിച്ചു പോയത് വേറെ ആരുമല്ല, ജോൺ തന്നെയാണ്. അതായത് അവൾ അവളുടെ തന്നെ മറ്റൊരു രൂപത്തെയാണ് പ്രേമിച്ചത്. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏജന്റോ ഏജൻസിയുടെ നിയമങ്ങൾ തെറ്റിച്ച് 1970 വീണ്ടും ടൈം ട്രാവൽ ചെയ്തു പോകുന്നു. ഫിസൽ ബോംബറെ കൊല്ലുക എന്ന് തന്നെയാണ് ഇതിന്റെ ലക്ഷ്യം. ഇതേ ദിവസമാണ് ബോംബ് നിർവീര്യമാക്കാൻ ശ്രമിക്കുമ്പോൾ ഏജന്റോയുടെ മുഖം പൊള്ളിയത്. ഇതെല്ലാം തിരുത്തി ഒരു നല്ല കഥയാക്കുക എന്നതാണ് ഏജന്റിന്റെ ലക്ഷ്യം. അവിടെ വെച്ച് ഏജന്റോ ഫിസിൽ ബോംബറുമായി മൽപ്പിടുത്തം നടത്തുന്നു. എന്നാൽ ഫിസിൽ ബോംബർ ഏജന്റോയെ ഇടിച്ചു പരിക്കേൽപ്പിച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ഇത്തവണയും ഏജന്റോയ്ക്ക് അവനെ തടുക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഡോ ഒരു കാഴ്ച കാണുന്നു. അവിടെ ഇരുന്ന ബോംബ് നിർവീര്യമാക്കാൻ ആരോ ശ്രമിക്കുന്നു. എങ്കിലും അതിൽ പരാജയപ്പെട്ട അയാളുടെ മുഖം പൊള്ളുന്നു. അത് മറ്റാരുമല്ല, മുമ്പ് ടൈം ട്രാവൽ ചെയ്തു വന്ന ഏജന്റോ ആണ്. അപ്പോൾ ടൈം മെഷീൻ എടുക്കാൻ ഒരാൾ ഹെൽപ്പ് ചെയ്തതായി ഓർക്കുന്നില്ലേ? ആ സഹായിച്ചത് ഇപ്പോൾ ടൈം ട്രാവൽ ചെയ്തു വന്ന ഏജന്റോ ആണ്. അതായത് ഇവൻ തന്നെയാണ് സഹായിച്ചത്. ഫിസിൽ ബോംബർ ബോംബ് ടൈമറിൽ ഉപയോഗിച്ചിരുന്ന ഒരു പീസ് ഏജന്റോ തന്റെ കയ്യിൽ സൂക്ഷിക്കുന്നു. അവിടെ നിന്നും ഏജന്റ് ടൈം ട്രാവൽ ചെയ്ത് 1964 പോകുന്നു. ഒരു ഹോസ്പിറ്റലിലാണ് അവൻ എത്തുക. ആ ഹോസ്പിറ്റലിലേക്ക് റോബർട്ട്സണും വരുന്നു. ഏജന്റോ താൻ എടുത്ത ടൈമറിന്റെ പീസ് റോബർട്ട്സണിന് കൊടുക്കുന്നു. നിയമം തെറ്റിച്ച് ഇതുപോലെ ടൈം മെഷീൻ ഉപയോഗിക്കരുത് എന്ന് റോബർട്ട്സൺ പറയുന്നു. അതുപോലെ ടൈം മെഷീൻ ഉപയോഗിച്ച് നിരവധി യാത്രകൾ തുടർച്ചയായി ചെയ്താൽ അത് ഹെൽത്തിനെ ബാധിക്കുമെന്നും റോബർട്ട്സൺ പറയുന്നു. റോബർട്ട്സൺ ഏജന്റ് ഡോയോട് ഒരു കാര്യം ചെയ്യാൻ പറയുന്നു. ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു കുട്ടിയെ എടുത്ത് 1945 കൊണ്ടുപോകാൻ പറയുന്നു. ഏജന്റ് ഡോ റോബർട്ട്സന്റെ നിർദ്ദേശപ്രകാരം ആ കുട്ടിയെ എടുത്ത് 1945 ടൈം ട്രാവൽ ചെയ്യുന്നു. അയാൾ ആ കുട്ടിയെ ഒരു ഓർഫനേജിൽ വെച്ചിട്ട് അവിടെ നിന്നും പോകുന്നു. ആ ഓർഫനേജിൽ ഫോൺ വിളിച്ച് ഈ കുട്ടിക്ക് ജെയിൻ എന്ന് പേര് വെക്കാനും പറയുന്നു. അതായത് ജെയിന്റെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് വേറെ ആരുമല്ല, ഏജന്റ് ഡോ ആണ്. അതിനുശേഷം
ഏജന്റ് ഡോ ടൈം ട്രാവൽ ചെയ്ത് 1963 വരുന്നു. അപ്പോൾ ഒരു പാർക്കിൽ ജെയിനും ജോണും കാമുകന്മാരായി ഇരിക്കുകയാണ്. ഏജന്റിനെ കണ്ട ജോൺ അയാളുടെ അടുത്തേക്ക് വരുന്നു. ജെയിനെ ചതിച്ചിട്ട് കടന്നു കളഞ്ഞത് ആരെന്നറിയാതെ താൻ ദുഃഖിക്കുകയായിരുന്നെന്നും ഇപ്പോൾ അത് താൻ തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞെന്നും ജോൺ പറയുന്നു. അതിനാൽ താൻ ജെയിനെ വിട്ടിട്ട് വരില്ല എന്ന് അവൻ പറയുന്നു. എന്നാൽ റോബർട്ട്സണിനെ മീറ്റ് ചെയ്താൽ ഇതിനുള്ള ശാശ്വത പരിഹാരം ലഭിക്കുമെന്ന് പറഞ്ഞ് അവനെ കൺവിൻസ് ചെയ്യിച്ച് ഏജന്റ് ഡോ ജോണിനെയും കൂട്ടി 1985 ടൈം ട്രാവൽ ചെയ്തു പോകുന്നു. ഇപ്പോൾ നമുക്ക് ഈ പ്രീ ഡെസ്റ്റിനേഷൻ പാരഡോക്സ് എങ്ങനെ ഉണ്ടായി നോക്കാം. ജെയിൻ തന്നെയാണ് ജോൺ. ജെയിനും ജോണും ഇഷ്ടത്തിലാണ്. ജെയിനും ജോണിനും ഉണ്ടായ കുട്ടി ജെയിൻ തന്നെയാണ്. ഏജന്റ് ഡോ 1945 കുട്ടിയെ കൊണ്ടുപോയി വെക്കുന്നതിനാലാണ് ഈ പ്രീ ഡെസ്റ്റിനേഷൻ പാരഡോക്സ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. 1985 ജോണിനെ റോബർട്ട്സൺ അവരുടെ ടീമിൽ ചേർക്കുന്നു. ഇനി ജോണും ഒരു ടൈം ട്രാവലറാണ്. ഇങ്ങനെ ഏജന്റ് ഡോയുടെ മിഷൻ കംപ്ലീറ്റ് ആവുന്നു. 1970 ജോണിനെ 1985 കൊണ്ടുവന്ന് റോബർട്ട്സണിന്റെ ടീമിൽ ചേർക്കുക എന്നതായിരുന്നു ഏജന്റ് ഡോയുടെ അവസാന മിഷൻ. അത് അദ്ദേഹം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. ഈ മിഷൻ കഴിഞ്ഞാൽ ഏജന്റ് ഡോയ്ക്ക് റിട്ടയർ ചെയ്യാം എന്നതായിരുന്നു എഗ്രിമെന്റ്. എന്നാൽ ഈ അവസരത്തിൽ റോബർട്ട്സൺ ഏജന്റ് ഡോയെ മീറ്റ് ചെയ്യുകയും ഫിസിൽ ബോംബറെ സംബന്ധിച്ചുള്ള ഒരു തെളിവ് അയാൾക്ക് കൊടുക്കുകയും ചെയ്യുന്നു. എന്നാൽ താൻ തന്റെ മിഷൻസ് എല്ലാം വിജയകരമായി പൂർത്തിയാക്കി എന്ന് പറഞ്ഞ് ഏജന്റ് ഡോ അത് വായിച്ചു നോക്കാതെ തന്റെ വീട്ടിൽ പോയി ടൈം മെഷീൻ ഡീകമ്മീഷൻ ചെയ്യാൻ നോക്കുന്നു. എന്നാൽ മെഷീൻ എറർ കാണിക്കുന്നു. ഇതിനർത്ഥം ഏജന്റ് ഡോയ്ക്ക് ഈ ടൈം മെഷീൻ വെച്ച് ഇനിയും മിഷൻസ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് എന്നാണ്. അതിനാൽ റോബർട്ട്സൺ കൊടുത്ത ഡീറ്റെയിൽസ് അയാൾ ചെക്ക് ചെയ്യുന്നു. അതിൽ പറയുന്നത് ഫിസിൽ ബോംബർ 1975 നടത്തിയ സ്ഫോടനത്തിന് ഒരു ദിവസം മുമ്പ് എവിടെ വരുന്നു എന്നാണ്. അതനുസരിച്ച് ഏജന്റ് ഡോ 1975 ടൈം ട്രാവൽ ചെയ്തു പോകുന്നു. അവിടെ എത്തി അയാൾ ഫിസിൽ ബോംബറിനെ കാണുന്നു. ഫിസിൽ ബോംബറിനെ കണ്ട ഏജന്റ് ഡോ ഞെട്ടിപ്പോകുന്നു. കാരണം ഫിസിൽ ബോംബർ എന്നത് ഏജന്റ് ഡോ തന്നെയാണ്. പക്ഷേ ഫിസിൽ ബോംബർക്ക് നല്ല പ്രായമുണ്ട്. അയാളുടെ ഒരു കൈയും കാലും സ്വാധീനം കുറഞ്ഞ അവസ്ഥയിലുമാണ്. അയാളുമായി കുറച്ച് സംസാരിച്ചപ്പോൾ അധികമായി ടൈം ട്രാവൽ ചെയ്തതുകൊണ്ട് അയാൾക്ക് ചില മാനസിക പ്രശ്നങ്ങളുള്ളതായി ഏജന്റ് ഡോയ്ക്ക് തോന്നി. അടുത്ത ദിവസം നടക്കാൻ പോകുന്ന സ്ഫോടനത്തിൽ 11,000-ൽ പരം ആളുകൾ മരിക്കുമെന്ന് ഏജന്റ് ഡോ ഫിസിൽ ബോംബറോട് പറയുന്നു. എന്നാൽ താൻ ആളുകളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ സ്ഫോടനങ്ങളെല്ലാം നടത്തുന്നതെന്ന് ഫിസിൽ ബോംബർ പറയുന്നു. താൻ നടത്തുന്ന ബോംബ് സ്ഫോടനങ്ങളെല്ലാം ആരെങ്കിലും ഒരാളെ കൊല്ലാൻ വേണ്ടിയാണെന്നും അയാൾ മരിക്കുന്നത് വഴിയായി ഭാവിയിൽ അയാൾ മൂലം ഉണ്ടാകാവുന്ന നിരവധി മരണങ്ങളിൽ നിന്നും ആളുകളെ രക്ഷിക്കുന്നുവെന്നും അയാൾ പറയുന്നു. അങ്ങനെ നോക്കുമ്പോൾ കുറേയധികം ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയാണ് താൻ ചെറിയ ചെറിയ സ്ഫോടനങ്ങൾ നടത്തുന്നതെന്നും പറയുന്നു. ഏജന്റ് ഡോ തോക്കെടുത്ത് വെടിവെക്കാൻ ഒരുങ്ങുമ്പോൾ താൻ മരണപ്പെട്ടാൽ നീ പിന്നീട് എന്റെ അവസ്ഥയിലെത്തുമെന്ന് ബോംബർ ഏജന്റിനോട് പറയുന്നു. അത് വകവെക്കാതെ ഏജന്റ് ബോംബറിനെ വെടിവെക്കുന്നു. തിരികെ വീട്ടിലെത്തിയ ഏജന്റ് ഡോ തന്റെ പാസ്റ്റ് ഓർത്തെടുക്കാനായി താൻ എഴുതിയ ദ അൺമാരീഡ് മദർ എന്ന ലേഖനം ടൈപ്പ് റൈറ്ററിൽ ടൈപ്പ് ചെയ്യുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ജോൺ എഴുതിയ ലേഖനം ഏജന്റ് ഡോ ടൈപ്പ് ചെയ്യുന്നത്? സത്യത്തിൽ ഏജന്റ് ഡോ ജോൺ തന്നെയാണ്. ഈ ലിങ്ക് നിങ്ങൾക്ക് മനസ്സിലായോ? 1970 ജോണിനെ 1985 കൊണ്ടുവരിക എന്നതായിരുന്നു ഏജന്റ് ഡോയുടെ അവസാന മിഷൻ. അങ്ങനെ 1985 എത്തിയ ജോൺ ഈ ടീമിന്റെ ഭാഗമാവുകയും നിരവധി ടൈം ട്രാവൽ മിഷൻസ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഒരു മിഷന്റെ ഭാഗമായി ജോൺ ഒരു ബോംബ് സ്ഫോടനം തടയാൻ പോകുന്നു. പക്ഷേ അന്നുണ്ടാവുന്ന ബോംബ് സ്ഫോടനത്തിൽ തന്റെ മുഖം പൊള്ളിപ്പോയതിനാൽ ഫേസ് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ജോണിന് ഒരു പുതിയ മുഖം കിട്ടുന്നു. ആ ലുക്കാണ് ഏജന്റ് ഡോ, അതായത് ഏജന്റ് ജോൺ ഡോ. ഇനി ഈ കഥയിൽ കണ്ട കാര്യങ്ങളൊന്ന് ലിങ്ക് ചെയ്ത് നോക്കിക്കേ. ഓർഫനേജിൽ കുട്ടിയെ കൊടുത്തത് ജോണാണ്. ആ കുട്ടിയും ജോണാണ്. ആ കുട്ടി ഒരു കൗമാരക്കാരി പെണ്ണ് ജെയിനായി വളരുന്നു, അതും ജോണാണ്. ജെയിനിനെ പ്രേമിച്ച് ഒരു കുട്ടിയെ കൊടുത്തിട്ട് അവളെ അനാഥയാക്കി പോയതും ജോണാണ്. അവർക്കുണ്ടായ കുട്ടിയും ജോണാണ്. ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ഏജന്റ് ഡോയും ജോണാണ്. ന്യൂയോർക്കിൽ നിരവധി ആളുകളുടെ മരണത്തിന് കാരണമായ ബോംബ് സ്ഫോടനങ്ങൾ നടത്തിയ ഫിസിൽ ബോംബറും ജോണാണ്. ഇങ്ങനെ ഈ കഥയിലെ എല്ലാം ജോണാണ്. ഇങ്ങനെയാണ് ഈ കഥ അവസാനിക്കുന്നത്. എന്നാൽ ഇതിലും വലിയൊരു സസ്പെൻസ് ഇരിപ്പുണ്ട്. എന്താണെന്ന് പറയാം. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ഓൾറെഡി മനസ്സിലായിരുന്നവർ ഒന്ന് കമന്റ് ബോക്സിൽ കൈവെക്കണേ. ഫിസിൽ ബോംബറിനെ കൊല്ലുന്നതിന് മുമ്പ് അയാൾ ഏജന്റ് ഡോയോട് പറഞ്ഞിരുന്നു, അതായത് ഞാനും നീയും ഒന്നായതിനാൽ എന്നെ കൊന്നാൽ നീ എന്റെ സ്ഥാനത്തേക്ക് വരുമെന്ന്. പക്ഷേ അത് കാര്യമായി എടുക്കാതെയാണ് ഡോ ബോംബറിനെ കൊന്നത്. പക്ഷെ പിന്നീട് ഏജന്റ് ഡോയ്ക്ക് താൻ ഫിസിൽ ബോംബറായി മാറുമോ എന്നൊരു ഭയം വരുന്നു. അതിനാൽ അവൻ തന്റെ എല്ലാ മാനറിസംസും മാറ്റുന്നു. അതായത് അവൻ നടക്കുന്ന രീതി, സംസാരിക്കുന്ന രീതി എല്ലാം മാറ്റുന്നു. തന്റെ പേര് വരെ മാറ്റുന്നു. ഇപ്പോൾ ഏജന്റിന്റെ പേരാണ് റോബർട്ട്സൺ. എന്താ തലകറക്കം വരുന്നുണ്ടോ? ഈ സിനിമ നിങ്ങളെ വട്ടുപിടിപ്പിച്ചേ വിടുകയുള്ളൂ. അതായത് റോബർട്ട്സണും ജോണാണ്. ഇങ്ങനെ ആള് മാറി ജീവിക്കുന്ന റോബർട്ട്സൺ ആന്റിക് സ്റ്റോറിൽ വെച്ച് പരിചയപ്പെട്ട ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നു. കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞ് അയാൾ ഒരു ടൈം ട്രാവൽ മെഷീൻ കണ്ടുപിടിക്കുന്നു. അതിനുശേഷം ടെമ്പറൽ ഏജൻസി എന്നൊന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിൽ 10 പേരെ അപ്പോയിന്റ് ചെയ്യുന്നു. 11ാമനായി ആരാണ് വരുന്നതെന്ന് റോബർട്ട്സണിന് അറിയാം. അതിനാൽ അയാൾ ടൈം ട്രാവൽ ചെയ്ത് 1963 പോകുന്നു. അവിടെ ഓർഫനേജിൽ വെച്ച് അയാൾ ജെയിനെ കാണുന്നു. അവളോട് ഇന്റർവ്യൂവിന് വരാൻ പറയുന്നു. ഇത് നമ്മൾ സിനിമയുടെ ആദ്യം കണ്ടതാണ്. ഇപ്പോൾ തന്നെ അയാൾ ടൈം ട്രാവൽ ചെയ്ത് 1964 വരുന്നു.
അവിടെ ഹോസ്പിറ്റലിലെത്തിയ റോബർട്ട്സൺ ഏജന്റ് ഡോയെ കാണുകയും ജെയിനിന്റെ കുട്ടിയെ തട്ടിയെടുത്ത് 1945 കൊണ്ടുപോയി ഓർഫനേജിൽ കൊടുക്കാനും പറയുന്നു. ഇതും നമ്മൾ സിനിമയിൽ കണ്ടതാണ്. ഇങ്ങനെ എല്ലാം അറിയുന്ന റോബർട്ട്സണിന്റെ മാസ്റ്റർ പ്ലാൻ ആണ് ഇതെല്ലാം. അങ്ങനെ ഏജന്റ് ഡോ ജോണിനെ ടീമിൽ ചേർക്കുന്നു. അതുപോലെ ഏജന്റ് ഡോ ഫിസിൽ ബോംബറേയും കൊല്ലുന്നു. ഇങ്ങനെ ഈ പ്രീ ഡെസ്റ്റിനേഷൻ പാരഡോക്സ് തുടർന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം കാണും, അതായത് ഏജന്റ് ഡോ റോബർട്ട്സണായി മാറിയല്ലോ, അപ്പോൾ ഫിസിൽ ബോംബർ എങ്ങനെ വന്നു എന്ന്. ഇതെനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളെല്ലാവരും എന്നെ എടുത്തിട്ടിരിക്കും. അതുകൊണ്ട് ഞാൻ പറയാം. ഫിസിൽ ബോംബറിന്റെ മരണശേഷം റോബർട്ട്സൺ തന്റെ ഭാര്യയോടൊപ്പം കുടുംബജീവിതം നയിക്കുന്നു. എന്നാൽ ആ സമയത്തും അയാൾ നിരവധി ടൈം ട്രാവൽ ചെയ്യുന്നുണ്ട്. ഇതിനാൽ അയാൾക്ക് മാനസികമായ പ്രശ്നങ്ങൾ തുടങ്ങുകയും അയാൾ ഭാര്യയെ തന്നെ വെറുക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള റോബർട്ട്സൺ ക്രമേണ ഫിസിൽ ബോംബറായി മാറുന്നു. ഏജന്റ് ഡോ ഫിസിൽ ബോംബറിനെ മീറ്റ് ചെയ്യുമ്പോൾ അയാൾ തന്റെ ഭാര്യയെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ ഫിസിൽ ബോംബറിന്റെ കൈയുടെയും കാലിന്റെയും സ്വാധീനം നഷ്ടപ്പെട്ടതും തുടർച്ചയായ ഈ ടൈം ട്രാവലുകൾ മൂലമാണ്. ഈ സിനിമയിൽ ഉടനീളം ഏജന്റ് ഡോ നടക്കുന്ന കാര്യങ്ങൾ വോയിസ് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് കാണാം. അത് തനിക്ക് ശേഷം വരുന്നവർക്ക് നിർദ്ദേശങ്ങളായാണ് ഏജന്റ് ഡോ ചെയ്യുന്നത്. സോ ഇനിയും കഥ ക്ലിയർ ആകാത്തവർ സിനിമയൊന്ന് കണ്ടാൽ കാര്യങ്ങൾ വ്യക്തമാകും. അപ്പോൾ നമോവാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഹോളിവുഡ് സിനിമ ഇതുപോലെ വീഡിയോ ആയി ചെയ്യണമെങ്കിൽ കമന്റ് ബോക്സ് വഴിയായി ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. See you.